ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ നമ്മൾ ഷൂളെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് എല്ലാ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ കസിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങളുടെ കസിൻ പുതിയ വീട് വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ ഹൗസ് വാമിംഗ് ആയിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈവനിങ് സ്യൂറിഷിലേക്ക് പോവാണ്. സോ ഞാൻ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണിച്ചു തരാം. ഗായ്സ്, അപ്പോൾ നമ്മൾ റെഡ് ഹൗസിൽ നിന്ന് ഷാഫ് ഹൗസിലെത്തി. എന്നിട്ട് നമ്മൾ ഷാഫ് ഹൗസിൽ നിന്ന് നമുക്ക് വിൻ്റർ ടൂറിലേക്ക് എത്തണം. അപ്പോൾ നമ്മൾ ട്രെയിനാണെങ്കിൽ 20 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഞാൻ വിചാരിച്ചത് നമുക്ക് ഇവിടെ നിന്ന് 10 മിനിറ്റ് വെറുതെ അവിടെ പുറത്ത് പോയി നിൽക്കാമെന്ന്. ഇങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഒന്ന് പോയി നിന്ന് ഇപ്പോൾ തിരിച്ച് ഞങ്ങൾ ട്രെയിൻ കയറാൻ വേണ്ടി പോവാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പരസ്യമൊക്കെ ഇങ്ങനെ ചില്ലുകൂട്ടിൽ എന്തോ ഇട്ട് വെച്ചേക്കുന്നത്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മുടെ ഗ്ലൈഡ് ഷൈൻസ് ആണ്. നമ്മളെല്ലാവരും ഉണ്ട്. നമ്മൾ 3 പേരായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ അടുത്ത ട്രെയിനിലൊക്കെ വരുന്നേ ഉള്ളൂ. അവർ അവിടെ എത്തുമ്പോൾ 9:30 ആവും. നമ്മൾ നമ്മുടെ പ്ലേസിലെത്തുമ്പോൾ ഒരു 7:30 ആവും. അപ്പം നമ്മൾ ഷാഫ് ഹൗസിൽ നിന്ന് നമ്മൾ വിൻ്റർ ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്കുള്ള ട്രെയിൻ നമ്മൾ കയറിയിട്ടുണ്ട്. ഞങ്ങൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് പുറത്ത് നോക്കുമ്പോൾ റൈൻ ഫാൾസിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഓൾറെഡി 2 times or 3 times പോയിട്ടുണ്ട് റൈൻ ഫാൾസിലേക്ക്. നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. നമ്മൾ അടുത്ത ട്രെയിനിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് 20 മിനിറ്റ്സ് കൊണ്ടേ ഉള്ളൂ നമ്മുടെ സ്ഥലത്ത് എത്തുന്നതായിരിക്കും. 7:06 ഞങ്ങളുടെ സ്ഥലത്തെത്തും. സോ ഇപ്പോൾ ഇവിടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തൊക്കെ നല്ല അടിപൊളി കാഴ്ചകൾ, ആർക്കിടെക്ചറൊക്കെ മാറി. ഗായ്സ്, അപ്പോൾ നമ്മൾ ടുർബന്താലിലെത്തി. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഞങ്ങൾ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. ജർമ്മനിയിൽ നമ്മൾ മിക്ക സ്ഥലത്തും നമ്മൾ കാണുന്നതാണ് കോഫി മെഷീൻ. എന്താ വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർക്ക് പ്രധാനമാണ് ഒരു കോഫി കുടിക്കുക എന്നുള്ളത് എപ്പോഴും. അപ്പോൾ നമ്മൾ കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കോഫി മെഷീനിൽ നിന്ന്. അമ്മൂച്ചേച്ചിയാണെങ്കിൽ നാട്ടിൽ നിന്ന് മൈലാഞ്ചിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആശ മൈലാഞ്ചിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കയ്യിൽ ഡിസൈൻസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ തോന്നി. എന്താണെന്ന് വെച്ചാൽ ആശ നന്നായി മൈലാഞ്ചിയൊക്കെ ഇടും. സ്കൂളിലൊക്കെ വെച്ചിട്ട് ആശ പിള്ളേർക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഞങ്ങൾ ഇച്ചിരി പുറത്തൊക്കെ പോയി ഒന്ന് ചില്ല് ചെയ്തു. അപ്പോഴേക്കും ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായി. ഗായ്സ്, അപ്പോൾ നമ്മൾ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞു. നമ്മൾ എന്നിട്ട് ഇവിടെ എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യണം. 11:30 എല്ലാവരും വരുമെന്നാണ് പറഞ്ഞത്. സോ നമ്മളിവിടെ എല്ലാവരും വീടൊക്കെ വൃത്തിയാക്കി ഇവിടെ ഡെക്കറേഷനൊക്കെ ചെയ്ത് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. വെയിലുണ്ടായിരുന്നു ഇത്ര നേരം. ഇപ്പോൾ വെയിൽ പോയി. വെയിലാണ് ഇന്നത്തെ ദിവസം. സോ ഞാൻ ഇവിടുത്തെ ഡെക്കറേഷൻസ് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ രാത്രി ആകുമ്പോഴാണ് ഇവിടെ ഇത്തിരി അടിപൊളി. ഇവിടെ നമ്മൾ ബൾബൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കത്തിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇവിടെ ഫുൾ കാറ്റ് വരുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. ഞങ്ങളിവിടെ ബോൾ കളിച്ചായിരുന്നു. പിന്നെ ഇവിടെ നമ്മുടെ റിച്ചുവിൻ്റെ കളിക്കുന്ന പ്ലേസ് ആണ്. ഇവിടെ ഗാർഡനൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മുന്തിരിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് പഴുത്തിട്ടില്ല. മുന്തിരിയൊക്കെ ഉണ്ട്. ഫ്ലവേഴ്സ് ഊഞ്ഞാൽ. വ്യൂ. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള കസാരയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മേലെ ഇവിടെ സൂര്യനെ അടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഒരു ഷട്ടർ ഇട്ടിട്ടുണ്ട്. രാത്രി നല്ല അടിപൊളിയായിരിക്കും. ഞാൻ കാണിച്ചു തരാം കേട്ടോ രാത്രി. അപ്പോൾ എല്ലാവരും ഒരുങ്ങാൻ വേണ്ടി
പോയി. ചേച്ചിമാരൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചു, ചേച്ചി ആൻറ്റിക്ക് കൂടെ. ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് റെഡോസലത്തെ ഫാമിലീസും എത്തിയിട്ടുണ്ട് ഇപ്പോൾ. സീരിയസ് ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മളെല്ലാവരും അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പുറത്ത് വന്നേക്കാണ്. പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനാകെ ചെറുതായിട്ടാണ് ഡോക്യുമെൻ്റ് ചെയ്തേക്കണേ, എൻ്റെ മെമ്മറിക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടൊക്കെ ഡോക്യുമെൻ്റ് ചെയ്തോളൂ. പക്ഷേ കേക്ക് മുറിക്കുന്ന വീഡിയോ ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായില്ല ഞാൻ നോക്കിയിട്ട്. പിന്നെ പാല് കാച്ചലിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നില്ല, അത് രണ്ടുമായിരുന്നു മെയിൻ. പക്ഷേ അതിൻ്റെ വീഡിയോസ് എൻ്റെ കയ്യിലില്ല ഫോണിൽ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തതിന് പാലൊക്കെ കാച്ചി നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. നമ്മുടെ അനുചേച്ചിയും മേരിയൻ്റെയും അമ്മുചേച്ചി അവരൊക്കെ കൂടിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാനും ലിൻസേച്ചിയും കൂടെ ഈവനിങ്ങിൽ നടക്കാൻ വേണ്ടി പോയി. സമ്മർ ആയതുകൊണ്ട് അത്രയും വലുതായിട്ട് ഡാർക്ക് ആവില്ല പെട്ടെന്ന്. ലൈറ്റ് ഉണ്ടായിരുന്നു, കുറേ നേരം ഉണ്ടാവും ലൈറ്റ്, ഒരു 10 o'clock വരെയൊക്കെ ഇത്തിരി ലൈറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹൈക്കിങ്ങിന് വേണ്ടി വാണ്ടറിങ്ങിന് വേണ്ടി പോയി. അപ്പോൾ നല്ല രസമായിരുന്നു. അവിടെ കാടൊക്കെ പോലെ സ്ഥലമായിരുന്നു. എനിക്ക് അങ്ങനത്തെ പ്ലേസസ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഞങ്ങളതൊക്കെ ഇത്തിരി പറിച്ചൊക്കെ കഴിച്ച് കഥയൊക്കെ പറഞ്ഞ് നടക്കുമായിരുന്നു അതിൽ കൂടെ. നമ്മളെപ്പോഴും ഫ്രൂട്ട്സൊക്കെ പറിക്കുമ്പോൾ നമ്മൾ അടിയിൽ നിന്ന് പറിക്കരുത്, നമ്മൾ ഇത്തിരി മേലേന്ന് വേണം പറിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ അതൊക്കെ നോക്കിയിട്ടാണ് കഴിച്ചത്. ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ആകെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ളൂ. കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചു, നടക്കാൻ പോയി, എല്ലാവരും കൂടെ കുറേ സംസാരിച്ചു, പാട്ടൊക്കെ പാടി, ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറേ കാര്യങ്ങളുണ്ടായി. പക്ഷേ ഞാൻ എൻ്റെ വ്ളോഗിൽ ആകെ ഇത്തിരി കാര്യങ്ങൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ 2 days മനുഷ്യരുടെ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു അടിപൊളി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റെഡോൾസിലേക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്.